ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു തവ മസാല റെഡിയാക്കി എടുക്കാം. മീൻ കഷ്ണങ്ങൾ ആദ്യം ഉപ്പുവെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ 1 കിലോ നെയ്മീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു 15 മിനിറ്റ് ഇത് മസാല പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. 15 മിനിറ്റ് ആകുന്ന സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. വെളിച്ചെണ്ണ ഒരുവിധം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. മീൻ കഷ്ണങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് ലൈറ്റ് ആയിട്ട് വറുത്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ വറുത്തെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ ഞാൻ മീൻ കഷ്ണങ്ങൾ 2 ബാച്ചായിട്ട് മുഴുവനും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിലുള്ള വെളിച്ചെണ്ണയിലേക്ക് 6 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള നന്നായി ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക് എന്നിവ ഒന്ന് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി നന്നായിട്ട് കുക്കായി വരണം. നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് വേണം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലുള്ള മസാല ഒന്ന് മീൻ കഷ്ണങ്ങളിൽ തട്ടിപ്പൊത്തി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ മസാല ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി ഒന്ന് പറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില കൂടി വിതറി ഇതൊന്ന് 20 മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം. മീൻ കഷ്ണങ്ങളിൽ നന്നായി ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നതിന് ഇത് സഹായിക്കും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടിപൊളി ഫിഷ് തവ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നെയ്മീൻ കൊണ്ടുള്ള ഈ തവ മസാല ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.